നമസ്കാരം സുഹൃത്തുക്കളെ, ഇത് നോക്ക്, കൈപ്പക്കയുടെ തൈയാണ് കേട്ടോ. ഇതിവിടെ പാകി മുളപ്പിച്ചതാണ്. ഇതിപ്പോ വള്ളി വീശാൻ തുടങ്ങി. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട വളമാണ് ഇവിടെ ഞാൻ കാണിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഈ തൈയുടെ ചുറ്റും ഇതുപോലെ ഒന്ന് കളച്ചു കൊടുക്കുക. വിത്ത് പാകി മുളപ്പിക്കേണ്ട വീഡിയോ ഞാൻ അതിനു മുന്നേ ചെയ്തിട്ടുണ്ട്, അത് എല്ലാവരും കാണാൻ ശ്രമിക്കും. നമ്മുടെ വീട്ടുമുറ്റത്ത് ഇതുപോലെ ഒന്നോ രണ്ടോ തൈകൾ ഉണ്ടെങ്കിൽ നമുക്ക് വിഷമില്ലാത്ത കൈപ്പയ്ക്ക നമ്മളെ വീട്ടില് വിളയിച്ചെടുക്കാൻ സാധിക്കും. തൈക്ക് ചുറ്റും ഇതുപോലെ നമ്മൾ കിളച്ചതിന് ശേഷം അതൊക്കെ അതിന്റെ അടിയിൽ നിന്ന് മണ്ണ് മാറ്റി കൊടുക്കുക. അതിനുശേഷം ഇത് നോക്കൂ, ചാണകപ്പൊടി ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിനെ ചുറ്റോറ് ഇതുപോലെ ഇങ്ങനെ വിതറി കൊടുക്കുക. അതിനുശേഷം NPK അടങ്ങിയ മിശ്രിത വളം കപ്പിന്റെ ഒരു കാഭാഗം എടുത്തിട്ടുള്ള അത് ഇതിന് ചുറ്റും ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുക. കൈപ്പയ്ക്കയുടെ ഓരോ വളർച്ചാ ഘട്ടങ്ങളും ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നോക്കൂ, ഇത് വേപ്പിൻ പിണ്ണാക്ക് മണ്ണിൽ നിന്ന് പടരുന്ന രോഗാണുക്കളെ തടഞ്ഞു നിർത്താൻ സഹായിക്കും. കൂടാതെ നല്ലൊരു ജൈവ വളം കൂടിയാണ്. കൈപ്പയ്ക്കയുടെ തൈ വള്ളി വീശി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതുപോലെ ഒരു കമ്പൊക്കെ ഇതുപോലെ കുത്തി കൊടുക്കും. നല്ലതുപോലെ വള്ളി അങ്ങ് പടർന്ന് പിടിച്ചോളും. വളം ഇട്ടതിന് ശേഷം മണ്ണ് ഇതുപോലെ ഇട്ടൊന്ന് മൂടി കൊടുക്കണം. വെയിൽ നേരിട്ട് പതിക്കുന്ന സ്ഥലത്തായിരിക്കണം നമ്മൾ കൃഷിക്കായി തിരഞ്ഞെടുക്കേണ്ടത്. കൂടാതെ നമ്മളൊരു ചെറിയൊരു പന്തലും ഒരുക്കി കൊടുക്കണം കേട്ടോ. വളം മണ്ണിട്ട് മൂടിയതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് നനച്ചു കൊടുക്കണം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ. താങ്ക് യു.